തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് നയിച്ച വീഴ്ചകളുടെ കണക്കെടുപ്പിലാണല്ലോ CPM. തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങളിൽ ജനം ഓർത്തിരിക്കുന്നത് ഇപ്പോഴും കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ LDF മുദ്രാവാക്യങ്ങളാണ്. ഇത്തവണത്തേത് പക്ഷെ പണ്ടേ പോലെ ഫലിച്ചില്ലെന്ന് CPM. LDF വരും, എല്ലാം ശരിയാകും. ഇത് കൊള്ളാം, ഉറപ്പാണ് LDF. ഇത് ഞാൻ കലക്കും. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്? എന്നോട് കളിക്കാൻ ധൈര്യം LDF അല്ലാതെ എന്നോട് കളിക്കാൻ ഞാനുണ്ട്. ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂവിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. മറ്റാരുണ്ട്? LDF അല്ലാതെ. എടോ, തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്. എടാ, ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? വീഴ്ച നമ്പർ 2, വെള്ളാപ്പള്ളി ഇഫക്റ്റ് അഥവാ ജൂനിയർ മാൻഡ്രേക്ക് ഫലം. വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റ് അത് നേരത്തെ തന്നെ വ്യക്തമാക്കി. അത്തരം കാര്യങ്ങളിൽ നമുക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതെല്ലാം പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാൽ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. ഒരു പ്രശ്നം ഈ കമ്പ്യൂട്ടർ ചെയ്യുന്ന പോലെ പോയിട്ട് അൺഡു ചെയ്യാൻ പറ്റില്ല. വീണ്ടും അങ്ങോട്ട് പോയിട്ട് അത് പറ്റില്ല. ഈ അനുഭവത്തിൽ നിന്ന് ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഇടപെടണമെന്ന് ഒരു ധാരണ ഉണ്ടാക്കുക. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ. വീഴ്ച നമ്പർ 3, തെരഞ്ഞെടുപ്പിലെ വീഴ്ച മുൻകൂട്ടി കാണാനാവാത്തതും പരിഹാരം കാണാത്തതും. പിന്നെ അവസാന 5 വർഷത്തിൽ കേരളം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നല്ല പരാജയം വന്നിട്ടും പാർട്ടി എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്നുള്ള തെറ്റാണ്. പരിശോധിച്ചു, മറികടക്കാനുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. പക്ഷേ ഈ വികസനവും അതിന്റെ ഭാഗമായി മിക്കവാറും നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്നൊരു ചിന്ത ഞങ്ങൾക്കും നേതൃത്വത്തിനും ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എന്നാൽ നമുക്കത് മറികടക്കാൻ കഴിയാതെ പോയി. ശ്രമങ്ങൾ വന്നെങ്കിലും മറികടക്കാൻ കഴിയാതെ പോയി എന്നാണ് കണ്ടിട്ടുള്ളത്. വീഴ്ച നമ്പർ 4, സ്ഥാനാർത്ഥി നിർണയം. പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെ തിരുത്തുന്നു സംസ്ഥാന സെക്രട്ടറി. ചിലര് അവരുടെ അർഹത കൊണ്ട് സ്ഥാനാർത്ഥിയാകുമ്പോ അവരുടെ ബന്ധുത്വം പറഞ്ഞ് ബൂർഷ്വാ മാധ്യമങ്ങൾ കടന്നാക്രമിക്കും. അതിന്റെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല. അതേസമയം ഈ ബൂർഷ്വാ മാധ്യമങ്ങൾ ഒരുപക്ഷെ അർഹതയുള്ള ഇയാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതിനൊരു വലിയ വിഷയമാക്കിയെടുത്ത് നമ്മുടെ പാർട്ടിയെയും സ്ഥാനാർത്ഥിയെയും ഒക്കെ കടന്നാക്രമിച്ചേക്കാം എന്ന് തിരിച്ചറിഞ്ഞ് ഔചിത്യപൂർവ്വം അത് വേണ്ട, അതിനു പകരം മറ്റൊരാൾ മതി എന്ന് തീരുമാനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, ഞാനുമായി ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ അതിനകത്ത് ഞാൻ മുൻകൈ എടുക്കണം. സംതൃപ്തമായ ഒരു കുടുംബജീവിതത്തിന് അനുസരണശീലം വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇത് ബൂർഷ്വാ മാധ്യമങ്ങൾ നമ്മളെ ലക്ഷ്യം വെച്ച് ഇത്തരത്തിലുള്ള ദുഷ്പ്രചാര വേല നടത്തും എന്നുള്ളത് നമ്മൾ കണ്ടോണം. അവരെങ്ങനെ ദുഷ്പ്രചാര വേല നടത്തുമെന്ന് കണ്ടുകൊണ്ട് നമ്മൾ പാലിക്കേണ്ട കരുതലും ശ്രദ്ധയും അത് നമ്മളുടെ ഭാഗത്ത് ഉണ്ടാവണം. ഇവിടെ ഇപ്പൊ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയാം, ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ ഉണ്ടായ ഒരു സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ശ്രദ്ധ ഉണ്ടായില്ല എന്നുള്ള സ്വയംവിമർശനം കണ്ണൂർ ജില്ലാ കമ്മിറ്റി പാർട്ടിയിൽ നടത്തിയിട്ടുണ്ട്. അത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എന്റെ കുടുംബം വലുതാണ്. അവിടെ എന്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. പി രാജീവ് പറഞ്ഞതുപോലെ തിരുത്തേണ്ട സമയത്ത് തിരുത്തിയിരുന്നെങ്കിൽ തോൽവിയുടെ ആഘാതമെങ്കിലും കുറയ്ക്കാമായിരുന്നു. പോയ ബുദ്ധി പിടിച്ചാൽ കിട്ടുമോ? തോറ്റു എന്നുള്ളത് കൊണ്ട് ഇത് അവസാനത്തെ തോൽവിയാണെന്നോ, ജയിച്ചു എന്ന് വന്നാൽ അത് ആത്യന്തികമായ വിജയമാണെന്നോ? പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തെ പറ്റി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. മാഷിന്റെ അത്ര പ്രായമൊന്നുമില്ലെങ്കിലും ഉള്ള ലോകപരിചയം വെച്ച് പറയാം, ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ.